ഹായ് കുട്ടീസ്, ഇന്ന് നമുക്ക് കുറച്ച് സിലോപ്പി കിട്ടിയിട്ടുണ്ട്. അത് കറി വയ്ക്കുകയും വറുക്കുകയും കൂടെ ചെയ്യാം. വറുക്കാനായിട്ട് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട്. ഇനി ബാക്കി നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലോട്ട് ഈ മസാല നമുക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് പുരട്ടി കൊടുക്കാം. മീനിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും മീനിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഉള്ളിലൊക്കെ മാക്സിമം പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഫ്രൈ പാൻ ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി ഫ്രൈ പാനിൽ വയ്ക്കാം. മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മറിച്ചിടാൻ നേരത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വാഴയിലയുടെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും വാഴയിലയുടെ ഫ്ലേവർ ഫുള്ള് മീനിൽ പിടിക്കും. നമ്മളിതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ കറിക്കുള്ള പരിപാടി നോക്കാം. അതിനായിട്ട് ആവശ്യമായിട്ട് ഒരു 8 കഷ്ണം ഉള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ചട്ടി ഒത്തിരി ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂപ്പിച്ച ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ചട്ടി കരിഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴുകി വെച്ചിരുന്ന പുളി കഷ്ണങ്ങളും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് പെറുക്കി വെക്കുക. മൺചട്ടിയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതെനിക്ക് 2 കിലോത്തോളം മീനുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇരിക്കുന്ന ചെറിയ ചട്ടിയാണ്, അതിൽ കൊള്ളില്ല. അതിലേക്ക് അരമുറി തേങ്ങ പാൽ പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചപ്പോഴത്തേക്കും മീൻകറി കുറച്ച് വെളുത്തിരിപ്പുണ്ട്. മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് കറി വറ്റിയിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട് നല്ലപോലെ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ നമുക്ക് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, സീ യു.